ഒന്ന് സംശയം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട സിനിമയാണ്. ഇപ്പൊ പ്രേമം, ചുരുളി അല്ലെങ്കിൽ മാലിക്, തമാശ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് അതിലേക്കൊക്കെ പോകും. കാര്യം ഇത്തരം സിനിമകൾ ഭയങ്കര പോപ്പുലർ ആകുകയും ഉറുമ്പുകൾ ഉറങ്ങാറില്ല അങ്ങനെ ഭയങ്കര കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയ സിനിമകളാണ് ഇത് മുഴുവൻ. പക്ഷെ സംശയത്തിലെ കഥാപാത്രം ഞാൻ ആസ് ആൻ ആക്ടർ കുറച്ചും കൂടി മെച്ചോർഡായിട്ട് അപ്രോച്ച് ചെയ്ത ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് വളരെ ട്രൂത്ത്ഫുള്ളായിട്ട് വേറൊരു ആക്സെൻറ്റ് ട്രൈ ചെയ്ത സിനിമയാണ്. ഈവൻ ഷൂട്ട് ചെയ്യുമ്പോൾ കൂടി ആ ആക്സെന്റ് കറക്റ്റായി വന്നില്ലെങ്കിൽ നമ്മൾ റീടേക്ക് എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ലാംഗ്വേജ് കോച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ലാംഗ്വേജ് കോച്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൈറ്റർ ഉണ്ട് രാജേഷ് രവി. രാജേഷ് ഗംഭീര എഴുത്താണ്. രാജേഷ് എന്നോട് ആദ്യം പറഞ്ഞ തിരക്കഥ ബിസ്മി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസിൽ മട്ടാഞ്ചേരി ഭാഗത്ത് കിടക്കുന്ന നിവിൻ പോളി ലീഡ്, ഞാൻ വില്ലൻ, അങ്ങനെ പരിപാടി എന്നോട് പറഞ്ഞു. അത് പറയുമ്പോൾ രാജേഷ് ഫോട്ടോച്ചി ആക്സെന്റിൽ മട്ടാഞ്ചേരി ആക്സെന്റിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അയാളുടെ സന്തോഷവും സങ്കടവും എല്ലാം ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന പോലെ അല്ല. അപ്പോൾ നമ്മൾ സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമ്മൾ കരയുന്നതിനും നമുക്ക് വേറൊരു രീതിയുണ്ട്. അയാൾ കരയുന്നതും അയാളെ കരയുമ്പോൾ പല്ലുണ്ട്, അപ്പം അയാളിങ്ങനെ ചുണ്ട് വെച്ചിട്ടുള്ള ഒരു പരിപാടി വരും, അങ്ങനെ അതൊക്കെ. പക്ഷെ അതൊന്നും ഞാനിങ്ങനെ ഭയങ്കര പ്ലാൻഡായിട്ട് അങ്ങനെ ഉണ്ടാക്കിയല്ല, പലതും ഇങ്ങനെ സംഭവിക്കുന്നതാണ്.